യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. സഭയിൽ ദൈവം ഉയർത്തിയ അനേകം വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെ അവരുടെയൊക്കെ ജീവിതം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അല്ലേ? ജോസഫ് കുപ്പർത്തീനോ എന്നൊരു വിശുദ്ധനുണ്ട്, കേട്ടിട്ടുണ്ടോ? കുപ്പർത്തീനോ പറക്കുന്ന വിശുദ്ധനായിരുന്നു, അല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാനയൊക്കെ ചെല്ലുന്ന ഒരാൾ ഇങ്ങനെ പൊങ്ങിപ്പോകും, പറക്കുമായിരുന്നു. അതൊരു പ്രത്യേക ഒരു ഗിഫ്റ്റാണല്ലോ, പറക്കുന്ന വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അദ്ദേഹം ഒരു മണ്ടനായിരുന്നു, കഴിവ് കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. പഠിക്കാനും എല്ലാ കാര്യത്തിനും കഴിവ് കുറഞ്ഞ വ്യക്തിയായിരുന്നു. സെമിനാരിൽ പഠിക്കുമ്പോൾ എല്ലാറ്റിനും ഏറ്റവും പുറകിലായിരുന്നു, ഏറ്റവും പാവത്താൻ എല്ലാറ്റിനും പുറകിലായിരുന്നു. മറ്റ് കൂടെയുള്ളവർക്കൊക്കെ പട്ടം കൊടുക്കാനൊക്കെ ഇങ്ങനെ തീരുമാനമായ സമയത്ത് മെത്രാനച്ചൻ വന്നപ്പോൾ എൻ്റെ സുപ്പീരിയരോട് പറഞ്ഞു, ഈ കുപ്പർത്തീനോ അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചോ, പറഞ്ഞു കഴിവ് കുറവൊക്കെ അറിയാം, പിതാവിനറിയാം. ആ പിതാവ് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും. മാതാവിൻ്റെ വലിയ ഭക്തനാണ്, ജപമാലയിലും പ്രാർത്ഥിക്കും. പട്ടം കൊടുക്കാനൊരു തടസ്സമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം വലിയ വിശുദ്ധനായിട്ട് മാറി. വലിയ അത്ഭുതങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഉണ്ട്, പ്രാർത്ഥിക്കും. അതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശക്തി എന്നത്. അതുപോലെ വൈദികരുടെ മധ്യസ്ഥനായ ജോൺ വിയാനി, അല്ലേ? അദ്ദേഹം ഒരു പാവം ആളായിരുന്നു, ഒരു പാവത്താനായിരുന്നു. സെമിനാരിയിലെ ഏറ്റവും പുറകിലെ വ്യക്തിയായിരുന്നു, പഠനത്തിൽ എല്ലാറ്റിനും പിന്നിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ആദ്യം എനിക്ക് നിന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നതോ 1-2 തവണ അച്ഛനാകുന്നതിന് മാറ്റി നിർത്തിയതാണ്. പിന്നീട് അദ്ദേഹം വൈദ്യനാകുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം, മാതാവിൻ്റെ ഭക്തനാണ്, പ്രാർത്ഥിക്കും. ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം വൈദ്യനായി വിശുദ്ധനായി. അപ്പോൾ ആരൊക്കെ വിശുദ്ധന്മാരായോ വിശുദ്ധകളായോ അവരൊക്കെ വലിയ പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. അപ്പോൾ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ആണോ? അല്ല, നമ്മുടെ പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ട കാര്യം. പഴയ നിയമത്തിലെ ശക്തനായ ദൈവമുയർത്തിയ പ്രവാചകൻ മോശ വിക്കുണ്ടായിരുന്നു, കഴിവൊക്കെ കുറവുള്ള വ്യക്തിയായിരുന്നു, പക്ഷെ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ദൈവം അതിനുള്ള കൃപ കൊടുത്തു, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറി.
പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 6 മുതൽ ഉള്ള വചനങ്ങൾ താഴോട്ട് വായിക്കണം. 18 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം. 8 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാം അമലേക്യരുമായിട്ടുള്ള യുദ്ധം. ഇസ്രായേൽക്കാരും അമലേക്യരും ശത്രുക്കളുമാണ് യുദ്ധം നടക്കുക. യുദ്ധത്തിൽ ഇസ്രായേലിന് നിരന്തരമായിട്ടുള്ള പരാജയമായിരുന്നു. ആ നിരന്തരമായിട്ട് ഇസ്രായേല് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മോശ ജോഷുവയോട് പറയുകയാണ്, എന്താ പറഞ്ഞത്? സൈന്യത്തെ കൂട്ടി നീ യുദ്ധത്തിനായിട്ട് പൊയ്ക്കൊള്ളുക, ഞാൻ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുക. തൻ്റെ വടി കയ്യിലെടുത്തു. ദൈവം കൊടുത്ത ആ ഒരു അധികാരം, ഒരു അഭിഷേകം. മലയിലേക്ക് ചെന്നിട്ട് മോശ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. താഴ്വാരത്ത് യുദ്ധം നടക്കുകയാണ്. അമലേക്യരും ഇസ്രായേൽ സൈന്യം തമ്മിൽ യുദ്ധം നടക്കുക. അതിനു മുൻപ് വരെ ഇസ്രായേൽ തോറ്റുകൊണ്ടിരുന്ന മോശ കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അമലേക്യരെ മേൽ പരാജയം ആരംഭിച്ചു. ഇസ്രായേൽ മുന്നേറാൻ തുടങ്ങി. ഇസ്രായേൽക്കാര് അമലേക്യരെ പരാജയപ്പെടുത്തി കൊന്നൊടുക്കി. ശത്രു സൈന്യത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു ഇസ്രായേൽക്കാരൻ. മോശ പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കൈ കടിച്ചു. കൈ കുഴഞ്ഞു എന്ന് എഴുതി. കൈ കുഴഞ്ഞപ്പോൾ അഹറോനും ഹൂറും കൂടെ എന്ത് ചെയ്തു? മോശ ഒരു കല്ല് ഇട്ടിട്ട് അതിൽ ഇരുത്തിയിട്ട് ഇവർ രണ്ടുകൂടെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു. അഹറോനും ഹൂറും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കൈ ഉയർത്തിപ്പിടിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽക്കാർ ശത്രുവിനെ മുഴുവൻ തകർത്ത് കളഞ്ഞു, തോപ്പിച്ചു കളഞ്ഞു. അല്ലരിയ ആ പ്രാർത്ഥനയുടെ ഒരു ശൈലിയാണത്. കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. മുട്ടയിൽ നിന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥനയുടെ ശരി. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക അല്ലേ? മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഏലിയ പ്രവാചകൻ പണ്ട് ഒന്ന് പ്രാർത്ഥിച്ച ഒരു ചരിത്രം നിങ്ങൾക്ക് അറിയാതിരിക്കാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ പാട്ടിനകത്ത് കേട്ടില്ലേ? കാർമേലിലെ പ്രാർത്ഥനയിൽ കേട്ടോ. മോശ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. വചനം പറയുന്നുണ്ട്, ഏലിയ നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായിരുന്ന ഏലിയ പ്രാർത്ഥന ആരംഭിച്ചു. ആകാശമടച്ചു പ്രാർത്ഥിച്ച് ആകാശമടച്ചു പ്രാർത്ഥിച്ച് മഴയില്ല. 3.5 വർഷക്കാലം മഴ പെയ്തില്ല. ഏലിയ പ്രാർത്ഥിച്ചു, ആകാശമടച്ചു, 3.5 വർഷക്കാലം മഴ പെയ്തില്ല. അവിടെ വചനം പറയുന്നു, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞത്. നമ്മളെപ്പോലെ മനുഷ്യനാണ്. വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ളൊരു സാധാരണ മനുഷ്യൻ. ജസബൽ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞു. അപ്പം പാവ ഏലിയ പേടിച്ചു പോയി അല്ലേ? അത്രയ്ക്കൊരു പാവത്താനാണ്. കൊല്ലൂന്നൊരു പാവം കേട്ടപ്പോഴേ പേടിച്ചു പോയി ഏലിയ. പക്ഷെ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ഏലിയ പ്രാർത്ഥിച്ചത് എങ്ങനാ? 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയ പ്രാർത്ഥിച്ചത് എങ്ങനാ? ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഏലിയ മുട്ടുകുത്തി നിന്നിട്ട് ഏലിയ തൻ്റെ തല മുട്ടുകൾക്ക് ഇടയിലാക്കി കുത്തിയിരുന്നു. എൻ്റെ തല മുട്ടിന് ഇടയിലാക്കിയിട്ട് ഇങ്ങനെ നിന്നാ പ്രാർത്ഥിച്ചത് അല്ലേ? ഏലിയയുടെ ഗുഹയിൽ ഞാൻ പോയിട്ടുണ്ട്. ഏലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഗുഹയിൽ വിശുദ്ധ നാട്ടിൽ ആ സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നമുക്ക് പോകാൻ പറ്റും. അവിടെ ചെന്നിട്ട് അവിടെ ഇപ്പോൾ പള്ളിയാണ്. അവിടെ കയറി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നിന്നാണ് ഏലിയ തൻ്റെ ശിഷ്യനോട് പറയുന്നത്, നീ പോയി നോക്കാൻ പറയുന്നത്. അപ്പം അവിടുന്ന് കുറച്ച് വന്നു കഴിയുമ്പോൾ അങ്ങ് താഴെ കടലാം. മേഘം, കൈപ്പത്തിയുള്ള വലുപ്പത്തിൽ മേഘം ഉയർന്നു വന്നൊക്കെ ബൈബിളിൽ പറയുന്നതെല്ലാം സത്യമാണ് കേട്ടോ. അപ്പോൾ തന്നെ ഉള്ള സ്ഥലങ്ങൾ തന്നെയുണ്ട്. ജോഗ്രഫിക്കലായിട്ട് ആ സ്ഥലത്തിലാണ്. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കും. ഗുഹയിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുവിടുകയാണ്. കൂടെ ഉള്ള ആളിനെ പറഞ്ഞുകൊണ്ട് നോക്കാൻ. അപ്പം കൈമേഘത്തിൻ്റെ വലിപ്പത്തിൽ അല്ലേ, കൈപ്പത്തിയുടെ വലിപ്പത്തിലൊരു മേഘം ഇങ്ങനെ ഉയർന്നു വന്നു. 3.5 വർഷത്തിന് ശേഷം അതിശക്തമായ മഴ പെയ്തു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഏലിയ ദിവസങ്ങളോ മാസങ്ങളോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ഗുഹയാണ്. ഏലിയ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥന മനുഷ്യരായിരുന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശത്രു സൈന്യം പരാജയപ്പെട്ടു.
ഞാനും നിങ്ങളും പ്രാർത്ഥനയുടെ മനുഷ്യരാകുമ്പോൾ നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെടും. അത് മനുഷ്യരാണെങ്കിലും പിശാചാണെങ്കിലും അവർ തോറ്റിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരു പിശാചിനും നമ്മളെ തൊടാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ആരുമാവട്ടെ അവർക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ പ്രാർത്ഥനയുടെ ആ ശക്തി ഇസ്രായേൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി. ഏലിയായുടെ പ്രാർത്ഥന ആകാശമടച്ചു. പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ആകാശം തുറന്നു. 3.5 വർഷത്തിന് ശേഷം അതിശക്തമായിട്ട് മഴ കൊടുക്കുകയാണ്. ഇതുപോലെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. അത് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് നിൽക്കുക. അതിനൊരു കൃപയുണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. നിരന്തരമായിട്ട് സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ നിന്ന് പോവുക. അത് നമുക്ക് കർത്താവ് ഒരു കൃപ തരാതെ പ്രാർത്ഥന നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥനയുടെ കൃപ തരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. അത് കർത്താവിൻ്റെ സമയത്തിൽ കർത്താവ് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. നമുക്ക് വലതുകരം എത്തിപ്പിടിക്കാം. നമുക്ക് പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനാവരം നൽകണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനാവരം നൽകണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഏലിയാവിന് കൊടുത്ത പ്രാർത്ഥനാവരം, മോശയ്ക്ക് കൊടുത്ത പ്രാർത്ഥനാവരം ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥനാവരം നൽകണമേ. പ്രാർത്ഥനാവരം നൽകണമേ. പ്രാർത്ഥനാവരം നൽകണമേ. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങൾ, 34 വരെയുള്ള വചനങ്ങൾ. യേശുവും ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെയുണ്ട്. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ അവളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചു, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചു, ഞാൻ യേശുവിൻ്റെ വസ്ത്ര വിളിമ്പിൽ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഇത് അവളുടെ വിശ്വാസം. ഹൃദയത്തിൽ അവൾ അങ്ങോട്ട് വിശ്വസിച്ചു, ഞാൻ യേശുവിൻ്റെ വസ്ത്ര വിളിമ്പിൽ തൊടും, എനിക്ക് സൗഖ്യം കിട്ടും. ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ തിക്കിത്തിരക്കി ചെന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. തൽക്ഷണം അവിടെ രക്തസ്രാവം നിലച്ചു. അവൾ അനേക വർഷം ഒത്തിരി ചികിത്സ ചെയ്ത, പല ഡോക്ടർമാരെ കണ്ടും ചികിത്സ ചെയ്തൊക്കെ അങ്ങനെ പോയതാണ്. പക്ഷേ അവൾക്ക് സൗഖ്യം കിട്ടിയിരുന്നില്ല. അവൾക്ക് രക്തസ്രാവം നിലച്ചു. ഹല്ലേലൂയ. അവളുടെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു രക്തസ്രാവം നിലച്ചു എന്നുള്ള കാര്യം. യേശു പറഞ്ഞു, ആരോ എൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുവേ, തിക്കും തിരക്കും അല്ലേ, എന്തായി പറയുന്നത്, എന്തൊരു മണ്ടത്തരായി പറയുന്നു. അല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആരോ എന്നെ തൊട്ടു, അത് വിശ്വാസത്തോടെ തൊട്ടിരിക്കുന്നു. ആരോ എന്നെ തൊട്ടു. ആ തൊടലിന് പ്രത്യേകത ഉണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു തൊടലായിരുന്നു. ഹല്ലേലൂയ. ആ പാവം സ്ത്രീ ഈശോയുടെ കാലം വിട്ട് പറഞ്ഞു, കർത്താവേ, ഞാനാ നിൻ്റെ വസ്ത്രത്തെ തൊട്ടത്. പറഞ്ഞു, വർഷങ്ങളായിട്ട് രക്തസ്രാവമായിരുന്നു, ഒത്തിരി വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ച് സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടതാണ് ഒക്കെ പറഞ്ഞു. യേശുവോട് പറയുന്നു, മകളെ, നീ വ്യാധിയിൽ നിന്ന് മുക്തിയായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വ്യാധിയിൽ നിന്ന് മുക്തിയായിരിക്കുക. അവൾ സൗഖ്യം പ്രാപിച്ചു. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ആ തൊടലിൻ്റെ പ്രത്യേകത വിശ്വാസത്തിൻ്റെ സ്പർശനമായിരുന്നു. വിശ്വാസത്തോടെ അവൾ തൊട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു.
വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി. വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിച്ചു, കർത്താവ് സ്വർഗം തുറന്നു, അനുഗ്രഹിച്ചു. വിശ്വാസം, വിശ്വാസം, പ്രാർത്ഥന, ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. വിശ്വാസം, പ്രാർത്ഥന, പ്രാർത്ഥന, വിശ്വാസം. പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നടക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിശ്വാസത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരു കാര്യങ്ങളുമില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഈ ആദ്യ മണിക്കൂറിൽ വലിയൊരു വിശ്വാസത്തിൻ്റെ അഭിഷേകം, പ്രാർത്ഥനയുടെ ചൈതന്യം ഉണ്ടാവണം. നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ ചോദിക്കുന്ന മുഴുവൻ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിരന്തരമായ പ്രാർത്ഥന, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. അത്ഭുതങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ. ഒന്ന് വിശ്വസിച്ചേ. ഞാൻ പറയുന്നതിൽ പ്രാർത്ഥിച്ചേ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് അടയാളങ്ങൾ പ്രവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ വിശ്വാസം ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ നേരം പിടിക്കാം, ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾക്ക് എന്റെ ദൈവം മറുപടി നൽകും. ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾക്ക് എന്റെ ദൈവം മറുപടി നൽകും. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ രോഗങ്ങൾ യേശു സൗഖ്യമാക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. എനിക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തിന്മ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സ്വരമേർത്തി സ്തുതിക്കാമോ? സർവശക്തിയോടെ വിളിച്ചേ, യേശു നാമത്തെ വിളിച്ചേ. യേശുവേ, യേശുവേ. സൗഖ്യം ആഗ്രഹിച്ച് വിളിച്ചേ, വിടുതൽ ആഗ്രഹിച്ച് വിളിച്ചേ. യേശുവേ, യേശുവേ. സർവശക്തിയുടെ നാമം വിളിച്ചേ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിളിച്ചേ. സൗഖ്യത്തിന്റെ നാമം വിളിച്ചേ. യേശു നാമത്തെ വിളിക്കാമോ? യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. 2016 ഹൈദരാബാദിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാബു ബ്രദർ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മോനും മോൾക്കും രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചു. പിന്നെ അതിന് ശേഷം മരുമകൾക്കൊന്ന് പ്രഗ്നൻ്റായി. അത് അവിടെ തന്നെ, മോൻ US-ലാണ്, അബോർഷനായി. വീണ്ടും പിന്നീട് ഉണ്ടാകുന്നില്ല, മോൾക്കും ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പം ബ്രദർ അവിടെ ധ്യാനം കഴിഞ്ഞ് വെളിയിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ഓടി പുറകെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രദറെ ഇതേമാതിരി മക്കൾക്ക് രണ്ടുപേർക്കും രണ്ടാമത് പിള്ളേരുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ രണ്ടുപേരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പപ്പയുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, മക്കളെ ഉടനെ തന്നെ കൊച്ചുമക്കളെ തരും, അപ്പോൾ എനിക്ക് ഫോൺ ചെയ്യണം, വന്നെന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. ആ മാസം തന്നെ മകൾക്ക് പ്രഗ്നൻ്റായി. അതിനുശേഷം 3 മാസത്തിന് ശേഷം മകനും മരുമകളും പ്രഗ്നൻ്റായി. അതൊരു പെൺകുട്ടി. അവൾക്കിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. മോന് 2.5 വയസ്സുമായി. അപ്പോൾ അതിൻ്റെ സാക്ഷ്യം പറഞ്ഞതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇവർ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. അവിടെ നിന്ന് കൺവെൻഷനിൽ ഇവർ പങ്കെടുക്കുകയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മകനും കുഞ്ഞിനെ കിട്ടി, മോക്കും കുഞ്ഞിനെ കിട്ടി. 2 പേർക്കും കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം.
എന്തിനായി വടി ഉപയോഗിക്കുന്നത്? 2 മാസം മുന്നേ ഞാനും തെന്നി വീണപ്പോഴത്തേക്ക് 3 ലിഗ്മെൻറ്റും ഒരു മിനിസ്കസ് ടിഷ്യൂ അതും ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡോക്ടർ ഇപ്പം കഴിഞ്ഞ 1.5 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഇപ്പം ആ മെയിൻ ലിഗ്മെൻറ്റിനുള്ള ഇഞ്ചുറി മാറണമെങ്കിൽ അത് സർജറിയെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. 3 ഡോക്ടേഴ്സിനെ കാണിച്ചു, 2 പേര് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും. അപ്പോൾ അവർ ഇപ്പം പറഞ്ഞിരിക്കുന്ന സർജറി ജൂണിലേക്ക് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ധ്യാനം ഇങ്ങനെ അച്ഛനും അമ്മയും സാക്ഷ്യം പറയാനായിട്ട് വരാനിരുന്ന, ഈ ധ്യാനം കൂടാനിരുന്ന, അപ്പം കംപ്ലീറ്റ് ഞങ്ങൾ ടി വിയിൽ കാണാറുണ്ട് പ്രോഗ്രാം. അപ്പോൾ ആ ഒരു പൂർണ്ണമായിട്ട് ഇങ്ങനത്തെ ഉറപ്പുണ്ട്, ഈ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വരത്തില്ല, ദൈവം തൊടുവെന്നും തൊട്ടെന്നും. ഈ മകളുടെ ഇടത് കാലല്ലേ, ഇടത് കാലിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ഈ കാലിന് സൗഖ്യം കൊടുത്തേ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഈ വടി എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നു? പുസ്തകം കൈ പിടിച്ച്. ആ, ഈ വടി കുത്തിയാണ് നടക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തൂവാലയാണ് കേട്ടോ. ആ തൂവാല കാൽമുട്ടയിലോട്ട് അല്പസമയം വെച്ചോളുക. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കാൽമുട്ടാണിത്. ഈ മകള് ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ടേ ഇറങ്ങിപ്പോകത്തുള്ളൂ. കാരണം യേശു ഇവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ മകളുടെ കാൽമുട്ട് സൗഖ്യം പ്രാപിക്കും. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. സൗഖ്യദായകനായ യേശു അവൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 11-12 വചനങ്ങൾ. പൗലോസ് അപ്പസ്തോലൻ്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവ രോഗികളെ സ്പർശിച്ചു. പൗലോസിൻ്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ വിശ്വാസത്തോടെ രോഗികളെ സ്പർശിച്ചു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ നിറഞ്ഞിരുന്നവരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. ഹല്ലേലൂയ. പൗലോസിന്റെ തൂവാലയിലൂടെ അംഗവസ്ത്രങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പൗലോസിന്റെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിലും വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മകള് സൗഖ്യം പ്രാപിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ. ഹല്ലേലൂയ. മോളെ ആ തൂവാല എടുത്തു, മുട്ട് വലിച്ചു കൊടുഞ്ഞു. തൂവാല കൈയിരിക്കട്ടെ, വലിച്ചു കൊടുഞ്ഞു, ധൈര്യത്തോടെ കൊടുഞ്ഞു. ഈ വടി കൈ പിടിച്ച് ഉറപ്പിച്ച് കിടന്നു. വടി പൊക്കി പിടിച്ച് ഉയർത്തി പിടിച്ച് നടക്കട്ടെ, അങ്ങോട്ട് നടക്കട്ടെ, നടക്കട്ടെ അങ്ങോട്ട്. വടി പൊക്കി പിടിച്ച് ആ തൂവാലേക്ക് ഇതാ. വടി പൊക്കി പിടിച്ച് നടന്നു. ധൈര്യമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കോ യേശുവിന്റെ നാമത്തിൽ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. 2000 വർഷം മുൻപ് അവൻ്റെ മുറിവിനാൽ എനിക്ക് നിങ്ങൾക്ക് അവൻ സൗഖ്യം വാഗ്ദാനം ചെയ്തിരിക്കുക. ആ വാഗ്ദാനത്തിനൊരു മാറ്റവുമില്ല. അവനിന്നും ജീവിക്കുന്നു. ഹെബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അവൻ്റെ വാക്കിന് മാറ്റമില്ല, അവൻ്റെ മുറിവിന് മാറ്റമില്ല. സൗഖ്യം നടക്കും. പൗലോസിൻ്റെ കരങ്ങളിലൂടെ, പത്രോസിൻ്റെ കരങ്ങളിലൂടെ നടന്ന അതേ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഇന്ന് നടക്കും. വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ കാലഘട്ടത്തിലും നടക്കും. ഇന്ന് ഞാൻ രാവിലെ എന്നിട്ട് ഉടനെ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് ഈ ബുക്ക് ഞാൻ ഇന്നലെ ബ്രദർ ഓരോരുത്തരെ വിളിച്ചപ്പം തോന്നി എൻ്റെ പേര് എന്നെ വിളിക്കുമായിരിക്കുമോ എന്ന്. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. വൈകിട്ട് പോകുന്ന സമയത്ത് ഞാൻ 2 പുസ്തകവും വാങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ബൈബിൾ വായിച്ചിട്ട് ഞാൻ ഈ ബുക്ക് ടേബിളിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇത് വായിക്കാമെന്ന് ഓർത്ത് ആദ്യത്തെ 3 പേജുകൾ മാത്രം വായിച്ചു. ബന്ധന പ്രാർത്ഥന വരെ വായിച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ
ഇറങ്ങി ഇങ്ങോട്ട് വരുമായിരുന്നു. ഇന്നലെയെല്ലാം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് 5 മിനിറ്റ് കാലിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കസേരയിലോട്ട് കാല് നേരെ വെക്കുമായിരുന്നു. ഇന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് മുട്ടിനൊരു വേദനയും തോന്നില്ലായിരുന്നു. എൻ്റെ മുട്ടിന് നീരുണ്ടായിരുന്നു. ആ നീര് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ആ നീര് പോയതുപോലെ തോന്നി. അങ്ങനെ ഇപ്പോൾ എനിക്ക് തീർത്തും ഞാൻ അതുകൊണ്ട് ലെഫ്റ്റ് കാലുകൊണ്ട് തന്നെ ഇറങ്ങിയതും കയറിയതും. കാരണം സ്റ്റെപ്പ് കയറാൻ ഈ കാല് സ്റ്റെബിലിറ്റി ഇല്ലാതെ അങ്ങ് പോകുമായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ വീണത്. അതെ. താങ്ക് യു ജീസസ്, താങ്ക് യു. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ. അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ. അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ.